ഹലോ എവ്രി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ റോഡ് നോട്ട് ടേക്കൺ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. നമുക്ക് ആദ്യമായിട്ട് പോയിറ്റിനെ പറ്റിയുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ നോക്കാം. റോബർട്ട് ഫ്രോസ്റ്റ് ഡെപ്പിക്റ്റഡ് ദ റൂറൽ ലൈഫ് ഓഫ് ന്യൂ ഇംഗ്ലണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികളിലെല്ലാം തന്നെ ന്യൂ ഇംഗ്ലണ്ടിലെ ഗ്രാമീണ ജീവിതത്തെ പറ്റിയായിരുന്നു ഡെപ്പിക്റ്റ് ചെയ്തിരുന്നത്. അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റ് ആയിരുന്നു. അദ്ദേഹം സാധാരണ ജനങ്ങളും അവരുടെ ജീവിത സാഹചര്യങ്ങളെ പറ്റി വളരെ റിയലിസ്റ്റിക് ആയിട്ട് പോർട്രേ ചെയ്യുന്ന ഒരു പോയറ്റ് ആയിരുന്നു. മാത്രമല്ല 20ാം സെഞ്ചുറിയിൽ ഒരുപാട് ബഹുമതികൾ ലഭിച്ച ഒരു അമേരിക്കൻ പോയറ്റ് ആയിരുന്നു അദ്ദേഹം. 1894 അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിത പ്രിന്റഡ് ആയിട്ട് ഒരു ലിറ്ററലി ജേണലിൽ വരുന്നത്. അതിന്റെ പേര് ദ ഇൻഡിപെൻഡന്റ് എന്നായിരുന്നു. കവിതയുടെ പേര് മൈ ബട്ടർഫ്ലൈ ആൻഡ് എലിജി. Two roads diverged in a yellow wood, and sorry, I could not travel both. And be one traveler, long I stood, and looked down as far as I could to where it bent in the undergrowth. ഫസ്റ്റ് സ്റ്റാൻസയിൽ റോബർട്ട് ഫ്രോസ്റ്റ് പറയുകയാണ്, അദ്ദേഹം ഒരു യെല്ലോ വുഡിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുക. യെല്ലോ വുഡ് എന്ന് പറഞ്ഞാൽ യെല്ലോ ഫോറസ്റ്റ്, അതായത് ഓട്ടം സീസണിൽ മരങ്ങളുടെ ഇലകളെല്ലാം യെല്ലോ കളറാവും, ഇല കൊഴിയുന്ന ഒരു സമയം. അതാണ് അവിടെ യെല്ലോ വുഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്, യെല്ലോ ഫോറസ്റ്റ് എന്ന് അർത്ഥമാക്കുക. അപ്പോൾ അവിടെ രണ്ട് റോഡ്സ് ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് കിടക്കുകയാണ്. പോയിട്ട് അവിടെ ആ റോഡ്സ് തുടങ്ങുന്നിടത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആൻഡ് സോറി ഐ കുഡ് നോട്ട് ട്രാവൽ ബോത്ത്. റോബർട്ട് ഫ്രോസ്റ്റ് പറയാണ്, എന്താണ്, ഹീസ് ഫീലിംഗ് ഗിൽറ്റി. വൈ? ബിക്കോസ് ഹി കാൺ ട്രാവൽ ഇൻ ബോത്ത് റോഡ്സ്, അല്ലെങ്കിൽ ബോത്ത് വേസിലൂടെ അദ്ദേഹത്തിന് നടക്കാൻ പറ്റത്തില്ല. കാര്യം താൻ ഒറ്റ ഒരാളേ ഉള്ളല്ലേ, ആ ഒരേ ഒരാൾക്ക് രണ്ട് വഴികളിലൂടെ ഒരുപോലെ നടക്കാൻ പറ്റത്തില്ല. ആൻഡ് ബി വൺ ട്രാവലർ, താൻ ഒരാളെ ഉള്ളത് കൊണ്ട് തനിക്ക് രണ്ട് വഴികളിലൂടെ സഞ്ചരിക്കാനേ പറ്റത്തില്ല. ലോങ് ഐ സ്റ്റുഡ്. അപ്പം അദ്ദേഹം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ രണ്ട് വഴികളിൽ ഏതെങ്കിലും ഒരു വഴി ചെയ്യേണ്ടത് കൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിന്ന് ഒരുപാട് നേരം ഈ രണ്ട് വഴികളെ ഇങ്ങനെ വീക്ഷിക്കുകയാണ്. ആൻഡ് ലുക്ക് ഡൗൺ ആസ് ഫാർ ആസ് ഐ കുഡ്. അവിടെ നിന്നുകൊണ്ട് ഈ രണ്ട് വഴികളും എത്ര ദൂരത്തിലൊക്കെ നോക്കാവോ അത്രയും ദൂരം അദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ടു വേർ ഇറ്റ് ബെൻഡ് ഇൻ ദ അണ്ടർഗ്രൗണ്ട്. അപ്പോൾ ഒരു വഴി നോക്കിയപ്പോഴത്തേക്കിനും അദ്ദേഹം എവിടം വരെ ഈ വഴി പോകുന്നുണ്ട്, ഇതിൻ്റെ അവസാനം എന്താണെന്ന് അറിയാൻ വളരെ ഒബ്സർവ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി ഒരു വഴിയിൽ എന്താണ്, അണ്ടർ ഗ്രോത്ത് ആണ്. അണ്ടർ ഗ്രോത്ത് എന്ന് വെച്ചാൽ ഡെൻസായിട്ട് പ്ലാന്റ്സും ബുഷസും ഒക്കെ വളർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു വഴി ശരിക്കും തനിക്ക് കാണാൻ പറ്റുന്നതേ ഇല്ല. അപ്പോൾ ഇവിടെ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആസ് ഹി വാസ് തിങ്കിങ് ഹി നോട്ടീസ് ദാറ്റ് വൺ ഓഫ് ദ റോഡ്സ് bent in the trees and shrubs and finally disappeared. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റിയില്ല ഒരു വഴി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ താൻ മറ്റേ വഴിയായിരിക്കും ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റാൻസിലേക്ക് പോകാം. Then took the other as just as fair and having perhaps the better claim. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു റോഡ് അദ്ദേഹത്തിന് കാണാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് തന്നെ മറ്റേ റോഡ് അദ്ദേഹം ചൂസ് ചെയ്തു. അത് മറ്റേ റോഡ് പോലെ തന്നെ ഫെയർ ആയിട്ടുള്ള ഒരു റോഡാണ്. അദ്ദേഹത്തിന് അത് ചൂസ് ചെയ്തപ്പോൾ ഇതൊരു ബെറ്റർ ഓപ്ഷനാണ്. ബെറ്റർ ക്ലെയിം എന്ന് പറഞ്ഞാൽ ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തന്നെ തോന്നി. വൈ? ബിക്കോസ് ഇറ്റ് വാസ് ഗ്രാസി ആൻഡ് വാണ്ടഡ് വെയർ. അദ്ദേഹത്തിന് തോന്നാൻ കാരണം എന്ന് വെച്ചാൽ ആ വഴിയിൽ വളരെ ഫ്രഷ് ആയിട്ടുള്ള പുല്ലൊക്കെ വളർന്നു നിൽക്കുകയാണ്. അപ്പോൾ ഫ്രഷ് പുല്ല് വളർന്നു നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്, അതുവഴി അധികം ആൾക്കാരൊന്നും നടന്നു പോയിട്ടില്ല. ആൻഡ് വാണ്ടഡ് വെയർ എന്ന് വെച്ചാൽ ഹാഡ് നോട്ട് ബീൻ യൂസ്ഡ്, അത് അധികം ആരും ഉപയോഗിക്കാത്തൊരു വഴിയാണ്. പക്ഷേ though as for that the passing there had warned them really about the sea. പക്ഷെ അദ്ദേഹം ആ വഴിയെ മുൻപോട്ട് കുറച്ച് പോയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. But when he started traveling on it, he found that travelers have passed through this road just as much as the other. മറ്റേ വഴി പോലെ തന്നെ ആൾക്കാർ ഈ വഴിയിൽ നടന്നു പോയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. നമുക്ക് അടുത്ത സ്റ്റാൻസിലേക്ക് പോകാം. And both that morning equally lay in leaves, no step had trodden black. Oh, I kept the first for another day, yet knowing how way leads on to way, I doubted if I should ever come back. അപ്പം അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന് ആദ്യം ആ വഴിയെ കയറിയപ്പോഴത്തേക്ക് ഒരു ഡൗട്ട് തോന്നി, ഇവിടെ ആരും ഉപയോഗിക്കാത്ത വഴിയാണ്. പക്ഷെ പിന്നെ മനസ്സിലായി എന്താണ്, ഇവിടെ ആൾക്കാരൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് മനസ്സിലായി. ഈ നമ്മൾ ഫസ്റ്റ് രണ്ട് സ്റ്റാൻസ വായിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും
പോയറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ പറ്റിയാണ്. അതായത് നമ്മൾ ചെറുപ്പമായി നമുക്ക് ചെറിയ പ്രായത്തിലൊന്നും നമുക്ക് അധികം തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ തീരുമാനങ്ങൾ. പക്ഷെ നമ്മൾ ഒരു ടീനേജറായി അല്ലെങ്കിൽ നമ്മളൊരു എന്താണ് നമ്മുടെ ആ ഒരു യങ് ഏജിലോട്ട് കടക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ലൈഫിൽ ചോയ്സസ്, അതായത് 2 ചോയ്സസ് നമ്മുടെ മുൻപിൽ വരും. നമുക്കപ്പോൾ ഏത് ചോയ്സ് തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ വരും. എല്ലാവരും തന്നെ ആ ഒരു കൺഫ്യൂഷൻ നേരിട്ടിട്ടുള്ളവരായിരിക്കാം. അപ്പോൾ ആ ഒരു കൺഫ്യൂഷനെ പറ്റിയാണ് റോബർട്ട് ഫ്രോസ്റ്റ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനത്തെ റൈറ്റ് ചോയ്സസ് എടുക്കേണ്ടതായിട്ട് നമുക്ക് വരാറുണ്ട്. അപ്പം ആ ഒരു ചോയ്സ് നമ്മളിപ്പോൾ ഓർക്കും, ഓക്കെ ഇതുവഴി പോയി കഴിഞ്ഞാൽ അധികം ആരും എടുക്കാത്ത വഴിയാണല്ലോ എന്ന് ഓർത്ത് നമ്മൾ പോയി തുടങ്ങും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ആ വഴി മറ്റേ പോലെ സെയിം വഴി തന്നെയാണ്. അതായത് ഏത് വഴി പോയാലും നമുക്ക് നമ്മളെ കാത്തിരിക്കുന്നത് അച്ചീവ്മെന്റ്സ് കാണും, നമുക്ക് ചലഞ്ചസ് കാണും, നമുക്ക് ഡ്രോബാക്സ് വരും. എല്ലാം തന്നെ ഏത് വഴിയെ പോയാലും നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. ഇനി നമുക്ക് തേർഡ് സ്റ്റാൻസ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ പോയിട്ട് പറയാണ്, ഫസ്റ്റ് ഹി സേസ് ദിസ് റോഡ് ഈസ് അൺട്രാവൽഡ്, ദെൻ ആസ് ഹി വാക്സ് ഫൈൻഡ് ഇറ്റ് ഈക്വലി ട്രാവൽഡ്. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞാണ്. അദ്ദേഹം ട്രാവൽ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് മനസ്സിലാവും മറ്റേ വഴി പോലെ തന്നെ ഏകദേശം സെയിം ആണ്. ഏകദേശമല്ല, മുഴുവനും സെയിം ആണ്, അതേപോലെ ഈക്വലി ട്രാവൽഡ് ആണെന്ന് മനസ്സിലാവും. Also, the poet says that the path wanted where a path cannot have a design or want to wear. Only humans have want. Thus, the poetic device personification is used. നമുക്കിവിടെ മറ്റേ സ്റ്റാൻസയെ പറ്റിയാണ് ഞാൻ പറയുന്നത്, സെക്കൻഡ് സ്റ്റാൻസ. അതായത് മനുഷ്യർക്കാണ് എന്തുള്ളത്, ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉള്ളത്. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് വാണ്ടഡ്. നമുക്ക് ആ ഒരു വാക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. വാണ്ടഡ് വെയർ എന്ന് വെച്ചാൽ അവിടെ പേഴ്സോണിഫിക്കേഷൻ ആണ്. പേഴ്സോണിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു തിങ്ങിനെ ഹ്യൂമൺ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് അല്ലെ ക്വാളിറ്റീസ് കൊടുക്കുന്ന ആ ഒരു ഇതിനെയാണ്, പോയറ്റിക് ഡിവൈസിനെയാണ് പറയുന്നത്, പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്കത് കൂടുതലായിട്ട് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം പോയറ്റിക് ഡിവൈസിനെ പറ്റി. ഇനി നമുക്ക് തേർഡ് സ്റ്റാൻസയിലേക്ക് പോകാം. ഈ തേർഡ് സ്റ്റാൻസയിൽ നമ്മൾ കാണുന്നത്, the poet says that both the roads were covered with leaves that morning. അതായത് and both that morning equally lay in leaves, no step had trodden black. അതായത് പോയിട്ട് പറയാണ്, ഈ 2 വഴികളിലും നിറച്ചു ഇലകളുണ്ട്. മാത്രമല്ല ഇതിൽ ഒരു ഇല പോലും കറുത്ത നിറമായിട്ടില്ല. അപ്പൊ കറുത്ത നിറം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ അർത്ഥം എന്താ മനസ്സിലാക്കാം. ആളുകളൊക്കെ ചവിട്ടി അത് കറുത്തു പോകുന്നതിനെയാണ്. അപ്പൊ അദ്ദേഹം പറയുവാണ്, ഈ വഴി ഇന്നത്തെ ദിവസം ആരും ട്രാവൽ ചെയ്തിട്ടില്ല, ഇതുവരെ ആരും അതെ ചവിട്ടിയിട്ടില്ല. കൂടുതൽ പറയുവാണെങ്കിൽ he was the first to travel on that road, as the leaves fallen on the road had not turned black by the steps of travelers. അതായത് വേറെ ആരും ആ വഴി വന്നിട്ടില്ല, ആ ദിവസം അദ്ദേഹമാണ് ആ വഴി സഞ്ചരിക്കുന്ന ആദ്യത്തെ വ്യക്തി. I kept the first for another day, yet knowing how way leads on to way, I doubted if I should ever come back. അപ്പൊ അദ്ദേഹം പറയുവാണ്, however it seems that he regrets his decision, slightly wondering if he will ever get to come back and take the other road. അപ്പൊ അദ്ദേഹം ആ ഒരു വഴിയെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് തന്നെ ഒരു ഒരു ചെറിയൊരു റിഗ്രറ്റ് വരും. അതായത് താൻ എടുത്ത തീരുമാനം ശരിയാണോ, അതോ താൻ തിരിച്ച് ആ ഒരു വഴി തുടങ്ങിയിടത്ത് പോയിട്ട് മറ്റേ വഴി ചൂസ് ചെയ്യണോ എന്നൊരു റിഗ്രറ്റ്, ഒരു ഡൗട്ട് തൻ്റെ ഹൃദയത്തിൽ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ്. നമ്മൾ ഒരു വഴി ചൂസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്കും ചില സമയത്ത് ഒരു റിഗ്രറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
അതായത് മറ്റേ വഴി പോയാൽ എങ്ങനെയായിരുന്നായിരിക്കും നമ്മുടെ ലൈഫ് പോകുന്നതെന്ന്. പക്ഷെ ഇവിടെ റോബർട്ട് ഫ്രോസ്റ്റ് പറയാൻ ശ്രമിക്കുന്നത് നമ്മൾ ഏത് വഴി ചൂസ് ചെയ്താലും അവിടെ നമ്മളെ കാത്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മളിപ്പോൾ നല്ലതാന്ന് പറയുന്ന വഴികളിലും എന്തുണ്ടാവും, ഒരുപാട് ചലഞ്ചസ് നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് വിജയങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. ഇനി നമുക്ക് നെക്സ്റ്റ് ചാൻസിലേക്ക് പോകാം. I shall be telling this with a sigh. Somewhere ages and ages hence, two roads diverged in a wood, and I took the one less traveled by, and that has made all the difference. അപ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹം ആ വഴിയെല്ലാം സഞ്ചരിച്ച് അദ്ദേഹം പറയാണ് എന്താണ്, ഞാനൊരു സൈ എന്ന് പറഞ്ഞാൽ ദീർഘശ്വാസം, അതായത് നമ്മൾ നെടുവീർപ്പിടുക എന്നൊക്കെ പറയും മലയാളത്തിൽ. അപ്പോൾ അദ്ദേഹം പറയും, നെടുവീർപ്പോടുകൂടി അദ്ദേഹം പറയുകയാണ് സംവെയർ ഏജസ് ആൻഡ് ഏജസ് ഹെൻസ്, അതായത് ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും എന്താണ് പോയറ്റിന് തോന്നുകയാണ്, റോബർട്ട് ഫ്രോസ്റ്റ് തോന്നുകയാണ്, ഹി വിൽ ടുക്ക് ബാക്ക് ആൻഡ് ദെൻ ഡിസൈഡ് വെദർ ദി ചോയ്സ് ഹി മെയ്ഡ് വാസ് കറക്റ്റ് വൺ ഓർ നോട്ട്. അതായത് താൻ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും തനിക്കൊരു അവസരം കിട്ടുമ്പോൾ താൻ എന്താണ് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതായത് എന്താണ്, താൻ എടുത്ത തീരുമാനം ചോയ്സ് ആ വഴി ശരിയായിരുന്നോ അല്ലയോ എന്ന്. This may be indicating that making a choice out of two objectives is responsible for our future, and that makes all the difference. അപ്പം ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കവിതയ്ക്കകത്തൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന two roads diverged in a wood and I took the one less traveled by and that has made all the difference. ഈ ലാസ്റ്റ് ലൈൻ ഒരു ബ്യൂട്ടിഫുൾ ലൈനാണ്. അതായത് നമ്മുടെ ലൈഫ് അതുപോലെ തന്നെയാണ്. നമ്മൾ ഭാവിയിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് റോഡ്സ് ഉള്ള ഒരു വഴി വന്ന് നിൽക്കുന്ന സാഹചര്യം നമുക്കുണ്ടാകും. അപ്പോൾ ആ രണ്ട് റോഡ്സിൽ എന്താണ്, ഞാൻ ചൂസ് ചെയ്ത റോഡെന്ന് പറഞ്ഞാൽ അധികം പേര് ട്രാവൽ ചെയ്യാത്ത റോഡാണ് ഞാൻ ചൂസ് ചെയ്തത്. അതാണ് എന്താണ് that has made all the difference. എല്ലാ വ്യത്യാസങ്ങളും അല്ലെ ആ എല്ലാ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയതും എൻ്റെ ആ ഒരു റൈറ്റ് തീരുമാനമാണ്, റൈറ്റ് ചോയ്സ് ആണെന്ന് അദ്ദേഹം പറയുന്നത്. ഇപ്പം ഇവിടെ ഇതൊരു എന്താണ്, ഒരു പ്രധാനമായിട്ടൊരു യുവജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു കവിതയായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും നമ്മുടെ ലൈഫിലെ ചോയ്സിനെ ആശ്രയിച്ചിരിക്കും. നമ്മൾ ചിലപ്പം നല്ലതാണെന്ന് തോന്നുന്ന വഴികളിൽ സഞ്ചരിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ നല്ലതാവണമെന്നില്ല. പക്ഷേ നമ്മുടെ റൈറ്റ് ചോയ്സ് ആയിരിക്കും നമ്മുടെ ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യുന്നത്, നമ്മുടെ ഡെസ്റ്റിനിയെ ഡിസൈഡ് ചെയ്യുന്നത്. മാത്രമല്ല അതായിരിക്കും ദറ്റ് മേക്സ് ഓൾ ദ ഡിഫറൻസ്. അതായിരിക്കും എല്ലാം നമ്മുടെ ലൈഫിൽ എല്ലാത്തിനും ഒരു വ്യത്യാസം വരുത്തുന്ന ആ ഒരു ചോയ്സ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ ഓരോ ക്രോസ് റോഡ്സിലും നമ്മൾ വളരെ റൈറ്റ് ആയിട്ടുള്ള, വൈസ് ആയിട്ടുള്ള, മീനിങ് ആയിട്ടുള്ള ചോയ്സ് എടുക്കാൻ നമ്മൾ ശ്രമിക്കുക. ഒരുപാട് പേര് ഓഡിയൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും ചോയ്സസ് അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ ഒരിക്കലും പോവല്ലേ. വൈസ് ആയിട്ടുള്ള ചോയ്സ് എടുക്കുക. അതായത് എന്താണ്, ഒരിക്കലും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് ആ വഴിയെ പോകുന്നു എന്നാൽ ഞാൻ ആ വഴിയെ പോയേക്കാം എന്നല്ല നമ്മൾ തീരുമാനിക്കേണ്ടത്. നമ്മൾ ഈ വഴിയെ പോയാൽ നമുക്ക് എന്തായിരിക്കും നമ്മളെ കാത്തിരിക്കുക, അതിനെപ്പറ്റി വളരെ നമ്മൾ സൂക്ഷ്മതയോടെ ഒബ്സർവ് ചെയ്തിട്ട് മാത്രം നമ്മൾ ഒരു റൈറ്റ് ചോയ്സ് എടുക്കുക. ദ ചോയ്സ് മേ ബ്രിങ് അസ് റൈറ്റ് ഓർ റോങ്. അതായത് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും നമുക്ക് നല്ലതാണോ തീയതായിട്ടോ ഭവിക്കാൻ ഇടയായി തീരുന്നത്. ഹി വിൽ ബി ടെല്ലിങ് അബൌട്ട് ഹിസ് ചോയ്സ് വിത്ത് എ സൈ. അപ്പം അദ്ദേഹം താനെടുത്ത ആ ഒരു തീരുമാനത്തെ അദ്ദേഹം ഒരു നെടുവീർപ്പോടു കൂടിയാണ് പറയുന്നത്. അദ്ദേഹം ഒരു തെറ്റായ തീരുമാനമാണോ അങ്ങനെയൊന്നും ഇവിടെ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം പറയുവാണ്, ഞാൻ ഇതുപോലെ തന്നെ രണ്ട് റോഡ്സ് വന്നപ്പം ഒരു റോഡ് ചൂസ് ചെയ്തു, അതാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാ ഡിഫറൻസും ഉണ്ടാക്കിയത്. സോ ഈ ഒരു പോം നമ്മുടെ ലൈഫിനെ കാണിക്കുന്നതാണ്. നമ്മുടെ ലൈഫിൻ്റെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സമയങ്ങളിൽ രണ്ട് ചോയ്സസ് വരുന്ന സമയത്ത് വളരെ വൈസായിട്ട് നമ്മൾ എന്താണ്, നമ്മൾ റൈറ്റ് ചോയ്സസ് നമ്മൾ ചൂസ് ചെയ്യുക. ഒരിക്കലും നമ്മുടെ ഡെസ്റ്റിനി, നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് ഒരിക്കലും നമ്മൾ കുഴിയിൽ വീഴാൻ ഒരിക്കലും ഇടയാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പോം ഇവിടെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു.